നമ്മൾ ഒരു മൊഡ്യൂൾ കഴിഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ? എന്തായിരുന്നു നമ്മുടെ സബ്ജക്റ്റിന്റെ പേരെന്താ? അക്കൗണ്ടിങ് ഫോർ എന്താ കുട്ടികളെ, എന്താ നമ്മുടെ സബ്ജക്റ്റിന്റെ പേര്? അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് അല്ലേ? അതിൽ ഒരു പാർട്ട് നമ്മൾ എടുത്തു, മാർജിനൽ കോസ്റ്റ്. ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ 3 ടൂളുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് നമ്മൾ പഠിച്ചു മാർജിനൽ കോസ്റ്റിംഗ്. 2 ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ അനാലിസിസ്. 3rd വൺ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് തിയറി ഉള്ളൂ, 2 ക്ലാസ്, അതിൻ്റെ അപ്പുറം വേണം. ഒരു ക്ലാസ് അല്ലെങ്കിൽ 2 ക്ലാസ് മാക്സിമം. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഏരിയ, കൂടുതൽ പഠിക്കാനുള്ള ഏരിയ ഫിനാൻഷ്യൽ അനാലിസിസ് ആണ്. ഫിനാൻഷ്യൽ അനാലിസിസിന്റെ ഒരുപാട് സബ് പാർട്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഫിനാൻഷ്യൽ അനാലിസിസിന്റെ ഒരുപാട് സബ് പാർട്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ മെയിൻലി എത്ര ടൂളുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് പറഞ്ഞാൽ? എന്താ? 3 എണ്ണം. ഒന്ന് മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ പഠിച്ചു. 2 റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് തിയറിയാണ്, നമുക്കതിനെക്കുറിച്ച് ബോധേഡാവണ്ട. 3rd വൺ ഏതാണ്? ഫിനാൻഷ്യൽ അനാലിസിസ്. ഏറ്റവും കൂടുതൽ ഏരിയ വരുന്ന ഒരു ടൂളാണ് ഫിനാൻഷ്യൽ അനാലിസിസ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ടൂളാണ് ഫിനാൻഷ്യൽ അനാലിസിസ്. അപ്പൊ നമ്മൾ ഇനി ആദ്യം ഫിനാൻഷ്യൽ അനാലിസിസ് എന്താണെന്നുള്ളത് നോക്കണം. അതിനുശേഷമാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുള്ളൂ. നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ട് അല്ലേ? എന്താ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണ് മെയിൻലി 2 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇതല്ലാതെ ഉണ്ട് ഇപ്പൊ നിലവിൽ കമ്പനീസ് ആക്ട് ഒക്കെ പ്രകാരം പിന്നെയും എന്തുണ്ട്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉണ്ട്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുടെ അനാലിസിസിനെ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ അനാലിസിസ്. സിംപ്ലി വി ക്യാൻ സേ analyzing financial statements such as profit and loss account or income statement and balance sheet is called financial analysis. എന്താ പറഞ്ഞു കുട്ടികളെ? What is financial analysis? Analyzing financial statements such as income statement and പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ സമ്മറിയാണ് നമ്മൾ ശരിക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇൻകം സ്റ്റേറ്റ്മെന്റുകളുടെയും ബാലൻസ് ഷീറ്റുകളുടെയും അനാലിസിസിനെ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ അനാലിസിസ്. വൈ വി ആർ അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? എന്തിന് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യണം? അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നമുക്കതൊന്ന് ലിമിറ്റഡ് ഇൻഫർമേഷൻസ് മാത്രമേ അവൈലബിൾ ആവൂ. അതിൻ്റെ മാനേജ്മെന്റിന് ഡിസിഷൻ എടുക്കാനുള്ള പാകമുള്ള ഡാറ്റകളൊന്നും അതിന്ന് കിട്ടത്തില്ല. സോ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു സ്ഥാപനം നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കാം. ആ സ്ഥാപനത്തിന് 10 lakh rupees പ്രോഫിറ്റ് ഉണ്ട് കഴിഞ്ഞ വർഷം. ഈസ് ദ ഫേം ഈസ് ബെറ്റർ ഓർ നോട്ട്? ഈസ് ദ കമ്പനി ഈസ് ബെറ്റർ ഓർ നോട്ട്? ആ കമ്പനി ബെറ്റർ ആണോ അല്ലയോ? ബെറ്റർ ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു സാധനം മാത്രം കണ്ടതുകൊണ്ട് നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഇല്ല, നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. ചിലപ്പോൾ നമുക്ക്
കഴിഞ്ഞ വർഷം 15 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടായിരിക്കാം. അപ്പൊ ഈ വർഷം 10 ലക്ഷമാണെങ്കിൽ മോശമാണ്. ഇനി അത് ക്യാപിറ്റൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 100 കോടി ക്യാപിറ്റൽ ഉള്ള ഒരു സ്ഥാപനമാണ്, അതിന് 10 ലക്ഷം രൂപ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായതാണ്. കാരണം 1% പോലും പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അപ്പൊ സ്ഥാപനം മോശം. അതേപോലെ ഒരു 2000 രൂപ പ്രോഫിറ്റ് ഉള്ളൂ, അത് മോശം എന്ന് പറയാനും പറ്റൂല. കാരണം ചിലപ്പോൾ അതിന് ആകെ 1500 2000 രൂപ അതിന് ക്യാപിറ്റൽ ഇറക്കിയിട്ടുണ്ടാവുള്ളൂ. ചെറിയ പെട്ടിക്കട വെച്ച് നോക്ക്. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു ഫിഗർ കണ്ടിട്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിലെ ഒരു ഫിഗർ കണ്ടിട്ട്, ഒരു ടേം കണ്ടിട്ട്, അതിന്റെ എമൗണ്ട് കണ്ടിട്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടെയാണ് ഏതിന്റെ സാധ്യതകൾ വരുന്നത്? ഫിനാൻഷ്യൽ അനാലിസിസ്. ഫിനാൻഷ്യൽ അനാലിസിസ് നമ്മൾ ചെയ്താൽ ഷുവറായിട്ടും നമുക്കൊരു ധാരണ ഉണ്ടാവും. ഈസ് ഇറ്റ് ബെറ്റർ ഓർ നോട്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. പൊസിഷൻ ഓക്കെ ആണോ, ബെറ്റർ പൊസിഷൻ ആണോ, പോസിറ്റീവ് ട്രെൻഡ് ആണോ കാണിക്കുന്നത്, നെഗറ്റീവ് ട്രെൻഡ് ആണോ കാണിക്കുന്നത്, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടോ, എത്ര % പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വേണ്ട ഡിസിഷൻ എടുക്കാൻ പാകമുള്ള ഡാറ്റകൾ പ്രൊവൈഡ് ചെയ്യലാണ് ഫിനാൻഷ്യൽ അനാലിസിസിന്റെ പണി. ഫിനാൻഷ്യൽ അനാലിസിസിന്റെ സാധ്യതകളെ കുറിച്ച് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, ഉണ്ടോ? ആണോ? എന്താ ഫിനാൻഷ്യൽ അനാലിസിസ് പറഞ്ഞ? അനലൈസിങ് financial statements such as income statement and balance sheet. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? കമ്പയറിങ്ങും അനാലിസിസും ആണ്. കമ്പയറിങ് കാര്യമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം, കമ്പാരിസൺ തന്നെയാണ്. ഇവിടെ ഒരുപാട് സബ് ടൂളുകൾ ഉണ്ട് ഏതിന്? ഫിനാൻഷ്യൽ അനാലിസിസിന്. നോക്കാം, ഞാനതൊന്നും നോട്ടിൽ ഇപ്പോൾ കൊടുത്തിട്ടില്ല, മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക ഏതൊക്കെയാണ് സബ് ടൂളുകൾ. ഒന്ന്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്. എന്താണ്? ഒന്ന് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്. രണ്ട്, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്സ്. എന്താണ്? കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്. മൂന്ന്, ട്രെൻഡ് അനാലിസിസ്. ട്രെൻഡ് അനാലിസിസ്. നാല്, റേഷ്യോ അനാലിസിസ്. നാല്, റേഷ്യോ അനാലിസിസ്. And fifth one, fund flow analysis. And last one and sixth one, cash flow analysis. ഇതിൽ ക്യാഷ് ഫ്ലോ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഉണ്ടോ? അക്കൗണ്ടിങ്ങിൽ, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സെക്കൻഡ് സെമ്മിലോ ആയിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുകൾ പഠിച്ചിട്ടുണ്ടാവും, ഉണ്ടോ? പക്ഷെ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ്, അതന്നെയാണ് അവിടെ നിങ്ങളൊരു ചെറിയൊരു സാധനമായിട്ടേ പഠിച്ചിട്ടുള്ളൂ. എത്രയാണ് അതിൻ്റെ വ്യാപ്തി എന്നുള്ളത് നമുക്ക് നന്നായിട്ട് പഠിക്കാനുണ്ട് ഇവിടെ. സോ ഈ 6 സംഗതികൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഈ 6 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് കഴിഞ്ഞു. ഏതൊക്കെയാ? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്, പിന്നെ common size statement. Third one അതിന് മുമ്പ് ഒരു സാധനം പറഞ്ഞു, റേഷ്യോയുടെ മുമ്പ് ട്രെൻഡ് അനാലിസിസ്. ഇത് മൂന്നും കൂടെ ആയിട്ട് ഒരു മൊഡ്യൂളാണ് പഠിക്കുന്നത്. ഇത് മൂന്നും കൂടെ ആയിട്ട് ഒരു മൊഡ്യൂളാണ് പഠിക്കുന്നത്. സിമ്പിളാണ്. ഏതൊക്കെയാ പറഞ്ഞ? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സും കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്സും ട്രെൻഡ് അനാലിസിസും. ഇതിലെല്ലാത്തിലും 2 സബ് സ്റ്റേറ്റ്മെന്റ്സുകളുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും ഉണ്ട്, കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റും ഉണ്ട്. കോമൺ സൈസ് ബാലൻസ് ഷീറ്റും ഉണ്ട്, കോമൺ സൈസ് എന്തുണ്ടാവും? കോമൺ സൈസ് ബാലൻസ് ഷീറ്റും ഉണ്ട്, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റും ഉണ്ടാവും.
അതേപോലെ ട്രെൻഡിലും തന്നെ ട്രെൻഡ് ബാലൻസ് ഷീറ്റും ഉണ്ട്, ട്രെൻഡ് അപ്പൊ അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബാലൻസ് ഷീറ്റിനെ കമ്പയർ ചെയ്യാം, ഇൻകം സ്റ്റേറ്റ്മെന്റിനെ കമ്പയർ ചെയ്യാം, ബാലൻസ് ഷീറ്റിലെ ട്രെൻഡ് മനസ്സിലാക്കുക, ഇൻകം സ്റ്റേറ്റ്മെന്റിലെ ട്രെൻഡ് മനസ്സിലാക്കുക. ദെൻ കോമൺ സൈസ് വേറെ സംഗതിയാണ്, അതിപ്പോൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. തൽക്കാലം ആ ഒരു സബ് മൊഡ്യൂളിൽ അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിൽ ഈ 3 അനാലിസിസ് ഏതൊക്കെയാ? വൺസ് അഗെയിൻ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്, അതിൽ 2 ഉണ്ട്. പിന്നെ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്സ്, പിന്നെ ട്രെൻഡ് അനാലിസിസ്. ഇതൊരു മൊഡ്യൂളായിട്ട് നമുക്ക് ലാസ്റ്റ് പഠിക്കാം. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തീർക്കാനും പറ്റും. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറഞ്ഞു. ദെൻ ഫോർത്ത് വൺ ഏതായിരുന്നു? ഫോർത്ത് വൺ റേഷ്യോ അനാലിസിസ്. ഫിഫ്ത്ത് വൺ ഏതായിരുന്നു? ഫണ്ട് ഫ്ലോ അനാലിസിസ്. ആൻഡ് ലാസ്റ്റ് വൺ ക്യാഷ് ഫ്ലോ അനാലിസിസ്. ഇത്രയും ഭാഗമാണ് നമുക്ക് ഇനി പ്രോബ്ലം ഉള്ളത്. ഏതൊക്കെ? കമ്പാരിറ്റീവും കോമൺ സൈസും ട്രെൻഡും അടക്കമുള്ള ഒരു മൊഡ്യൂള്, ബാക്കി റേഷ്യോ അനാലിസിസ് ഒരു മൊഡ്യൂള്, ഫണ്ട് ഫ്ലോ ഒരു മൊഡ്യൂള്, ക്യാഷ് ഫ്ലോ ഒരു മൊഡ്യൂള്. അതോടൊപ്പം ഒരു ചെറിയൊരു തിയറി ചാപ്റ്റർ. ഏതാ? റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. അപ്പൊ പഠിക്കാനുള്ള ഭാഗം ഐഡിയ ഉണ്ടോ? നമ്മൾ എടുക്കുന്നത് ഇനി ഏതാന്ന് വെച്ചാൽ റേഷ്യോ എടുക്കുന്നത്. റേഷ്യോ എടുക്കും, ഫണ്ട് ഫ്ലോ എടുക്കും, ക്യാഷ് ഫ്ലോ എടുക്കും, 3ഉം പഠിയും. അതാണ് ഈ ഒരു 4 ചാപ്റ്ററാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മാർജിനൽ കോസ്റ്റിംഗ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, റേഷ്യോ. ഈ 4 ചാപ്റ്ററാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നന്നായിട്ട് പഠിച്ചാൽ 80ൽ 80 വാങ്ങിക്കാം. കൊറോണ ആയതുകൊണ്ട് അതിനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്ക് സീലിംഗ് ആണ്. സീലിംഗ് ആയതുകൊണ്ട് കുറച്ചും കൂടെയൊക്കെ ബെനിഫിറ്റ് ആയിട്ട് കുറച്ചും കൂടെയൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ 5th സെമ്മിൽ ഈ പേപ്പറിൻ്റെ മാർക്ക് വന്നു. നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ എല്ലാ പേപ്പറും പാസ്സാണ്. 38 ബികോം കുട്ടികളിൽ 30 പേരിൻ്റെ മുകളിൽ എ ഗ്രേഡ് ഉള്ള സബ്ജക്റ്റാണ് ഇത്. ബാക്കി 8 7 പേർക്കുള്ളൂ ബി ഗ്രേഡ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ 80 എബവ് മാർക്ക് കിട്ടിയത്. A+ ഒരു 5 6 7 പേർക്ക് A+ കിട്ടിയതാണ്. അത് കിട്ടിയതൊന്നുമല്ല, ഈ സീലിംഗ് മെത്തേഡ് ആയതുകൊണ്ടൊന്നും കൂടെ കിട്ടിയതാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്രാവശ്യം നിങ്ങൾക്കും 5th സെം ഷുവറായിട്ടും ഒരു 99% സീലിംഗ് ആവും. സീലിംഗ് ആൾറെഡി സീലിംഗ് ആണ്, പക്ഷെ അതിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് എന്താണ് സാധാരണ സിസ്റ്റത്തിൽ നിന്ന് മാറ്റിയിട്ടുള്ള കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് കൂടുതലാക്കിയിട്ടും അതിന് എഴുതാൻ പറ്റുന്ന രൂപത്തിലൊക്കെ ആയിരിക്കും. മാർക്ക് കൂട്ടിയിട്ടൊക്കെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 4 മാർക്ക് ആക്കിയിട്ടായിരിക്കും തരുന്നുണ്ടാവുക. 2 മാർക്കിന് എഴുതിയാൽ മതി. അതേപോലെ 4 മാർക്കിൻ്റെ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അതിൽ 8 മാർക്കിനൊക്കെ ആയിരിക്കും. എണ്ണം കുറച്ച് എഴുതിയാൽ മതിയാവും. എല്ലാം എഴുതാനും പറ്റും. +2 പോലെയൊക്കെ. ഇപ്പോൾ +2 സിസ്റ്റമാണ്. അപ്പം മാർക്ക് മാക്സിമം ഒക്കെ നേടാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വരാവുന്ന ഏരിയ എൻ്റെ ഒപ്പീനിയനാണ്. ഞാൻ ഇതുവരെ കണ്ടതിൽ ഞാനിപ്പോൾ ഒരു 8 വർഷമായിട്ട് ഈ പേപ്പർ പഠിക്കും. 7 വർഷമായിട്ട് 7 പറഞ്ഞുകൊണ്ട് 7 ബാച്ച് പഠിപ്പിച്ചു. ഞാനിവിടെ 2013 വന്നു. 15-ലാണ് ഇവിടെ ഫസ്റ്റ് ഇയർ ആദ്യത്തെ ഫൈനൽ ഇയർ ആവുന്നത്, 5th സെം ആവുന്നത്. 15 16 17 18 19 20 21 അപ്പോൾ നിങ്ങളടക്കം 7ാമത്തെ ബാച്ചാണ്. അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ മാർജിനൽ കോസ്റ്റിംഗ് ആണ്. 2 റേഷ്യോ വരാൻ വന്നിട്ടുണ്ട്, 3 ഫണ്ട് ക്യാഷ്, പിന്നെ ബാക്കിയുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷം ഒരു മാറ്റം ഉണ്ടായി. സ്ഥിരമായിട്ട് ഈ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റും കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റും ഒന്നും ക്വസ്റ്റ്യൻ അങ്ങനെ കാണാറില്ല, ചെറുതായിട്ട് എന്തെങ്കിലും കാണാറാണ്. പക്ഷെ കഴിഞ്ഞ വർഷം കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഒരു പ്രോബ്ലം വന്നു, കോമൺ സൈസ് ഒരു പ്രോബ്ലം വന്നു, ട്രെൻഡ് എന്നൊരു പ്രോബ്ലം വന്നു. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു പ്രശ്നമല്ല. അപ്പം അത് വന്നാലും വിഷയമില്ലാത്ത കേസ്, കാരണം ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണ് അത്. നമ്മൾ ക്ലാസ് കേൾക്കുക എന്നുള്ളതാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. റേഷ്യോ അനാലിസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
വാട്ട് ഈസ് റേഷ്യോ? വാട്ട് യു മീൻ ബൈ റേഷ്യോ? എന്താ റേഷ്യോ? വെരി ഗുഡ്. രണ്ടെണ്ണം തമ്മിലുള്ള നിമിഷം എന്ന് പറയുമ്പോൾ അതൊരു പ്രൊപ്പോഷൻ, സോറി നിങ്ങൾ ഉദ്ദേശിച്ച പ്രൊപ്പോഷൻ, അതൊരു തരം മാത്രമാണ്. റേഷ്യോ നമുക്ക് പല രൂപത്തിലിടാം. അപ്പൊ റേഷ്യോ നിങ്ങൾ പറഞ്ഞത്രേ തന്നെ ഉള്ളൂ, സംഭവം ശരി തന്നെയാണ്. റേഷ്യോ മീൻസ് മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ്. രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള, അല്ലെ? എന്താണ് റേഷ്യോ? ഈസ് ദി മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ്. രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റേഷ്യോ. അപ്പൊ അതിൽ എത്ര ടേമേ ഉണ്ടാവുള്ളൂ? രണ്ട് ഫിഗറേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? രണ്ട് കൂടുതൽ എന്തുണ്ടാവില്ല? ഫിഗർ ഉണ്ടാവില്ല. രണ്ട് കൂടുതൽ ഫിഗർ ഇല്ല, ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവും. എങ്ങനെയെന്നോ? എ പ്ലസ് ബിയും സി പ്ലസ് ഡിയും കമ്പയർ ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ ഉണ്ടാവാം. എയും ബിയും കൂട്ടിയത് ഏതും സിയും ഡിയും കൂട്ടിയതുമായിട്ട് എന്ത് ചെയ്യാം? അങ്ങനെ വരും. മനസ്സിലായോ? നോർമലി രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള രണ്ട് ഫിഗർ ആണ്. നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ രണ്ട് ഫിഗർ മാത്രമേ ഉള്ളൂ, ഇപ്പൊ എന്താ 2-3 ഫിഗർ വരുന്നു ചോദിക്കരുത്. അപ്പൊ ഇങ്ങനെ വരും. ഒരു കൂട്ടം ഐറ്റം മറ്റൊരു കൂട്ടം ഐറ്റം തമ്മിലുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയാവാം. രണ്ട് ഐറ്റം തമ്മിലുള്ളതാവാം. മനസ്സിലായോ? എ എന്ന് പറയുന്ന ആളും ബി എന്ന് പറയുന്ന ആളും തമ്മിലുള്ള കമ്പാരിസൺ അങ്ങനെ ആവാം. അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഫാമിലിയും ബി എന്ന് പറയുന്ന ഫാമിലിയും തമ്മിൽ കമ്പാരിസൺ നടത്താം. അങ്ങനെ കൂടെ എ എന്ന് പറയുന്ന സ്ഥാപനം ബിയും. അപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം വരുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കണം കേട്ടോ. ആ ഒരു അർത്ഥത്തിൽ തന്നെ ചിന്തിക്കണം. അപ്പൊ റേഷ്യോ എന്താ? വൺസ് അഗെയിൻ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ്. അപ്പൊ ഇവിടെ എന്താ കാണിക്കുന്നുണ്ടാവുക? രണ്ട് ഐറ്റം തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെ? ഇറ്റ് ഷോസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ്. അങ്ങനെയും നമുക്ക് പറയാം. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അക്കൗണ്ടിങ് റേഷ്യോസ് ആണ്. എന്താ പഠിക്കാനുള്ളത്? അക്കൗണ്ടിങ് റേഷ്യോ. അപ്പൊ എന്താ അക്കൗണ്ടിങ് റേഷ്യോ? ഷോസ് ദി mathematical relationship between two figures in the financial accounting or financial statements. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിലെ രണ്ട് ഫിഗറുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതിനെ അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയാം. എന്താണ് അക്കൗണ്ടിങ് റേഷ്യോ? പറഞ്ഞ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ two figures of അല്ലെങ്കിൽ two figures in the financial statement such as income statement and ബാലൻസ് ഷീറ്റുകളിലെയോ ഇൻകം സ്റ്റേറ്റ്മെന്റിലെയോ രണ്ട് ഐറ്റംസ് എടുത്തിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെന്തെന്ന് പറയും നമ്മൾ കുട്ടികളെ? അക്കൗണ്ടിങ് റേഷ്യോ. അപ്പൊ ഇതുവരെ പറഞ്ഞെന്ന് പറഞ്ഞ റേഷ്യോ എവിടെ കിടക്കുന്നത്? ഏതിന്റെ അണ്ടറില? ഫിനാൻഷ്യൽ അനാലിസിസിന്റെ അണ്ടറിൽ, അല്ലേ? റേഷ്യോ അനാലിസിസ് കിടക്കുന്നത് ഫിനാൻഷ്യൽ അനാലിസിസിന്റെ അണ്ടറിലല്ലേ? ഫിനാൻഷ്യൽ അനാലിസിസ് എന്താന്ന് നമ്മൾ പറഞ്ഞില്ലേ? അതിലൊരു 6 സബ് ടൂളുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതിൽ ഒരു ടൂളല്ലേ നമ്മുടെ ഈ പറഞ്ഞ സാധനം റേഷ്യോ അനാലിസിസ്. റേഷ്യോ എന്താന്ന് പറഞ്ഞില്ലേ? റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അക്കൗണ്ടിങ് റേഷ്യോ അല്ലേ നമുക്ക് പഠിക്കാനുള്ളത്? ഇനി എന്താണ് റേഷ്യോ അനാലിസിസ് എന്ന് ചോദിക്കും. അനാലിസിസ് ഓഫ് റേഷ്യോസ്.
അങ്ങനെ വേണമെങ്കിൽ പറയാം, അനാലിസിസ് ഓഫ് റേഷ്യോ. അല്ലെങ്കിൽ അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അങ്ങനെ അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓർ ടേക്കിംഗ് ഡിസിഷൻസ് റിഗാർഡിംഗ് ദി റേഷ്യോസ് ഓഫ് what ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെ റേഷ്യോ വെച്ച് അനാലിസിസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്താ പറഞ്ഞ, ഈ റേഷ്യോകൾ വെച്ചിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിലെ റേഷ്യോസ് വെച്ചിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുകയാണെങ്കിലും അതിനെന്തെന്ന് വിളിക്കാം, റേഷ്യോ. എന്താ സിംപ്ലി ഒരു പഠിച്ചാൽ മതി, അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റേഷ്യോസ്. റേഷ്യോയുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെ എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് റേഷ്യോ. അപ്പൊ റേഷ്യോ അനാലിസിസ് എന്താ, അനലൈസിങ് എന്താ അനലൈസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റേഷ്യോ വെച്ചിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ അനലൈസ് ചെയ്യുമ്പോൾ റേഷ്യോ അനാലിസിസ് ആയി. നമുക്ക് റേഷ്യോസ് എക്സ്പ്രസ് ചെയ്യാൻ 4 വേസ് ഉണ്ട്. റേഷ്യോസ് എക്സ്പ്രസ് ചെയ്യാൻ എത്ര വേസ് ഉണ്ട്, എത്ര ബേസുകൾ ഉണ്ട്? 4 എണ്ണം. വേ അതാ ഉദ്ദേശിച്ചത് കേട്ടോ, വേ. നമ്പർ ഓഫ് വേസ്, നമ്പർ ഓഫ് ബേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എത്ര ബേസുകളുണ്ട്? 4 എണ്ണം. അതിലൊന്നാണ് പ്രൊപ്പോർഷൻ. എന്താണ് പ്രൊപ്പോർഷൻ? നമ്പർ 2 ടൈംസ്. എന്താണ് ടൈംസ്. നമ്പർ 3 പെർസെൻറ്റേജ്. എന്താണ് ഇങ്ങനെ പെർസെൻറ്റേജ് ആയിട്ട്. നമ്പർ 4 ഫ്രാക്ഷൻ. എന്താണ്, ഏതൊക്കെയാ പറഞ്ഞ? പ്രൊപ്പോർഷനും ടൈമും പെർസെൻറ്റേജും ഫ്രാക്ഷൻ. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2:1, 3:1, 5:1 എന്നൊക്കെ പറയുന്നതാണ് എന്ത്, അനുപാതത്തിലിടുക. 2 എണ്ണം തമ്മിലുള്ള റേഷ്യോ നമുക്ക് അനുപാതത്തിലിട്ടൂടെ? അതാണ് പ്രൊപ്പോർഷൻ ഉദ്ദേശിച്ചത്. അപ്പോ നമ്മളിനി കുറേ റേഷ്യോസ് അവിടെ പഠിക്കുന്നു. 30ഓളം റേഷ്യോസ് നമുക്ക് പഠിക്കാണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പൊ ചില റേഷ്യോസ് പ്രൊപ്പോർഷനിൽ എക്സ്പ്രസ് ചെയ്യും, ചിലത് ടൈമിലാവും, ചിലത് പെർസെൻറ്റേജിലാവും. ഫ്രാക്ഷനിൽ റേഷ്യോയിൽ നിലവിലില്ല. ഇങ്ങനെയും എക്സ്പ്രസ് ചെയ്യാം, പക്ഷെ അക്കൗണ്ടിങ് റേഷ്യോയിൽ ഫ്രാക്ഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല. എക്സ്പ്രസ് ചെയ്യാനുള്ള വേകൾ ചോദിച്ചാൽ എത്ര ഉണ്ട്? ഏതൊക്കെയാ? പ്രൊപ്പോർഷൻ, ടൈം, പെർസെൻറ്റേജ്, ഫ്രാക്ഷൻ. അക്കൗണ്ടിങ് റേഷ്യോയിൽ എത്ര എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ? എത്ര ബേസ് മാത്രമേ ഉള്ളൂ? 3. ഏതൊക്കെയാ? പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് പെർസെൻറ്റേജ്. പ്രൊപ്പോർഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ, 2:1, 1:3 എന്നൊക്കെ പറയുന്ന ആ സാധനം കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ടൈം എന്താ? ടൈംസ്. സമയമല്ല ഇവിടെ ഉദ്ദേശിച്ചത്. എത്ര പ്രാവശ്യം, എത്ര ഇരട്ടി. എയേക്കാൾ ബിക്ക് എനിക്ക്, ഫോർ എക്സാമ്പിൾ എക്സ് പറഞ്ഞ ഒരാളുണ്ട്, വൈ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. വൈയേക്കാൾ എക്സിന് 2 ഇരട്ടി മാർക്ക് കിട്ടി. വൈയേക്കാൾ എക്സിന് 2 ഇരട്ടി ഫിനാൻഷ്യൽ ക്യാപ്പബിലിറ്റി ഉണ്ട്. അങ്ങനെ പറഞ്ഞൂടെ? 3 ഇരട്ടി, 4 ഇരട്ടി, 3 പ്രാവശ്യം, 5 പ്രാവശ്യം, അങ്ങനെ പറഞ്ഞൂടെ? അപ്പോ അങ്ങനെയാണ്. ടൈം സമയമല്ല, ഈ പറഞ്ഞ പോലെ എന്താണ്, എന്തായാലും പറയാം, പ്രാവശ്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇരട്ടി, അങ്ങനെയൊക്കെ ആയിട്ട് പറയാം ടൈം. 3 എന്താ? പെർസെൻറ്റേജ് പറഞ്ഞൂടെ? 1ന്റെ എക്സിന്റെ 30% എനിക്ക്, അങ്ങനെ പറഞ്ഞൂടെ? അപ്പൊ എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം? വി ക്യാൻ എക്സ്പ്രസ് ദ റേഷ്യോ. വി ക്യാൻ express the ratio in 4 ways, such as
proportion, time, percentage, and fraction. Generally, in accounting ratios, we use only three type of or three bases of what expression of ratio, such as proportion, time, and fraction alla percentage. Fraction alla 1/6, 1/4 എന്നൊക്കെ പറയില്ലേ അങ്ങനെ. അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് എത്ര എണ്ണം മതി? 3 കുട്ടികളെ പറയുന്നത് അത്രയും സ്ലോലി ഞാൻ പോകുന്നത് മനസ്സിലാവാത്തവരാരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് റേഷ്യോസ് ആണ്. മെയിൻലി ദർ ആർ 6 റേഷ്യോസ്. ആ ടൈപ്പുകളിലൊക്കെ ഇനി ഒരുപാട് സബ് ടൈപ്സ് വരുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. വാട്ട് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോ? ടൈപ്സ് ഓഫ് റേഷ്യോ. There are 6 classification അല്ലെങ്കിൽ 6 types such as ഏതൊക്കെയാ? ഒന്ന് liquidity ratios. അവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക്. നമ്പർ 1 liquidity ratios. ratios തന്നെ ഉണ്ട് കേട്ടോ. liquidity ratios. നമ്പർ 2 solvency ratios. It is otherwise known as leverage ratios. എന്താണ്? LE ആണ്, LO അല്ല അതിൽ കൊടുത്തത്, LO ആണ്. LE ലെവറേജ് റേഷ്യോ. ഇത് എൻ്റെ നോട്ടല്ല, ഞാൻ കഴിഞ്ഞ വർഷം അല്ല അതിൻ്റെ മേലത്തെ വർഷം കുട്ടികൾക്ക് നോട്ട് കൊടുത്തതാണ്, അവരെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. സോ ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ. സോൾവൻസി റേഷ്യോ ഈസ് ആൾസോ കാൾഡ് leverage ratio. And third one, activity ratios. It is also known as turnover ratio, performance ratio. Turnover ratio എന്ന് പറയും, അല്ലെങ്കിൽ performance ratio എന്നൊക്കെ പറയും. Fourth one, profitability ratio. And fifth one, coverage ratios. And last one, market test ratio. Okay, market test ratio. ഈ 6 എണ്ണത്തിനും ഓരോ പർപ്പസ് ഉണ്ട്. ലിക്വിഡിറ്റി റേഷ്യോസ് ആദ്യം പഠിച്ചാൽ മതി, നമുക്ക് നാളെ ഓരോന്നിലേക്ക് ഇറങ്ങിത്തിരിക്കാം. ഏതാ? ലിക്വിഡിറ്റി റേഷ്യോസ്, പിന്നെ solvency ratios, activity ratios is also known as എന്തൊക്കെയാ? turnover, performance ratio. Next, profitability ratio, പിന്നെ coverage ratio, and last one. ഇനി ഇതിൽ പഠിക്കാനുള്ളത് നമുക്ക് എന്താ വെച്ചാൽ, ലിക്വിഡിറ്റി റേഷ്യോ എടുത്താൽ തന്നെ അതിൽ ഒരു 3 എണ്ണം, സോൾവൻസി എടുത്താൽ ഒരു 6 എണ്ണം, ആക്ടിവിറ്റി എടുത്താൽ ഒരു 5-6 എണ്ണം, പ്രോഫിറ്റബിലിറ്റി എടുത്താൽ ഒരു 4-5 എണ്ണം, കവറേജിൽ എടുത്താൽ ഒരു 3 എണ്ണം, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോയിൽ ഒരു 4-5 എണ്ണം. അങ്ങനെ പഠിക്കാണ്ട് ഒരു 30 റേഷ്യോ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ വെച്ചാൽ ഓരോ റേഷ്യോ പഠിക്കും. ലിക്വിഡിറ്റി പഠിക്കും, സോൾവൻസി പഠിക്കും, ആക്ടിവിറ്റി പഠിക്കും, പ്രോഫിറ്റബിലിറ്റി, കവറേജ്, മാർക്കറ്റ് ടെസ്റ്റ്. ഇത് ഓരോന്നാണ് പഠിക്കും. ഇത് പഠിക്കുമ്പോൾ 30 റേഷ്യോ തീർന്നില്ല. ഇത് വെച്ചിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനും വരും. വെച്ചിട്ട് എന്ത് ചെയ്യാൻ വരും? ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാറ് ശരിക്കും ബാലൻസ് ഷീറ്റ് അങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത്. അങ്ങനെയല്ല, അത് ടെക്നിക്കൽ നോളജ് കിട്ടാൻ വേണ്ടി, ഒരു മാത്തമെറ്റിക്കൽ നോളജ് ഉണ്ടോ ചെക്ക് ചെയ്യാനുള്ള ഒരു വഴി മാത്രം കേട്ടോ. അല്ലാതെ സ്ഥാപനങ്ങൾ ഇത് വെച്ചിട്ട് ഈ റേഷ്യോസ് വെച്ചിട്ട് എന്ത് ചെയ്യൊന്നുമില്ല, ബാലൻസ് ഷീറ്റ് ഇവിടെ ചെക്ക് ചെയ്യൊന്നുമില്ല. മനസ്സിലായോ? റേഷ്യോ വെച്ചിട്ട് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കൊന്നുമില്ല. പക്ഷെ നമുക്കതിനെ പറ്റി ഐഡിയ ഉണ്ടായിട്ടുണ്ടോ എന്ന് യൂണിവേഴ്സിറ്റികൾക്ക് ചെക്ക് ചെയ്യാനുള്ള വഴി എന്താ? ഇതൊക്കെ പഠിച്ചല്ലോ, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വയ്ക്കുമെന്നുള്ളത് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്നാണ് യൂണിവേഴ്സിറ്റി പറയാം. കാര്യം മനസ്സിലായ കുട്ടികളെ? അപ്പൊ ഈ ഒരു ശരിക്കും ഈ ഒരു സബ്ജക്റ്റ് തന്നെ നിങ്ങൾക്ക് ലോജിക്ക് കൂട്ടാനുള്ള സബ്ജക്റ്റാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മാർജിനൽ കോസ്റ്റിംഗിലൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മൾ വെറുതെ കൂട്ടലും കുറയ്ക്കലും എന്നല്ല,
ഇതുമായുള്ള റിലേഷൻഷിപ്പ് ഒക്കെ അതാണ്. പക്ഷെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും നമ്മളെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനൊക്കെ പക്ക അതാണ് എഴുതി വെക്കുക, കൂട്ടുക, കുറയ്ക്കുക, അതിന് തീർന്നു. ഇതങ്ങനെയല്ല, ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ കുറേ ഉണ്ട്. അപ്പൊ ബാക്കി 4 എടുത്താൽ പോരെ?